എൻ്റെ ഫേസിലെ ഈ പാടുകൾ കണ്ടോ? 1 2 3 4. ഇറ്റ് ഹാസ് എ സ്റ്റോറി. അതൊന്ന് കണ്ടിട്ട് വന്നാലോ? A few moments later. വരയ്ക്കുന്നതാ. ഈ കഥ ആരംഭിക്കുന്നത് തമിഴ്നാട്ടിലെ ഓറഞ്ചിറ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഞാനടങ്ങുന്ന 4 അംഗ സംഘം ഏകദേശം ഒരു 7 മണിയാകുമ്പോഴേക്കും തമിഴ്നാട്ടിലെ ഓറഞ്ചിറ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു വെജ് ഹോട്ടലിൽ കയറി ഞങ്ങൾ ഒതൻറ്റിക് ദോശയും ചട്നിയും കഴിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ബസ് സ്റ്റാൻഡിലോട്ടുള്ളൂ. ഏകദേശം ഒരു 9 മണിയായപ്പോഴേക്കും ഞങ്ങൾക്ക് കൊണ്ടരങ്ങിലേക്ക് ബസ് കിട്ടി. ഇവിടുന്ന് 16 കിലോമീറ്റർ ഉണ്ട് കൊണ്ടരങ്ങിയിലേക്ക്. തമിഴ്നാട്ടിലൂടെയുള്ള ബസ് യാത്രകൾ ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഉൾഗ്രാമങ്ങളിലൂടെ. അധികം ആൾതാമസമൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ സ്ഥലങ്ങളിലും പൂക്കളും പച്ചക്കറികളും കൃഷിയായിരുന്നു. കവലയിൽ ബസ് ഇറങ്ങിയിട്ട് ഒരു 500 മീറ്റർ നടക്കാനുണ്ട് അവിടേക്ക്. ആ കാണുന്ന മലയാണ് കൊണ്ടരങ്ങി ഹിൽസ്. 1165 മീറ്ററാണ് ഇതിൻ്റെ മൊത്തം ഹൈറ്റ്. പറഞ്ഞു വരുമ്പോൾ മഹാരാഷ്ട്രയിലെ ഹരിഹർ ഫോർട്ടിനേക്കാൾ ഹൈറ്റ് ഉണ്ട്. മലയുടെ മുകളിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. ഏകദേശം 2 മണിക്കൂറിന് മുകളിൽ സമയം വേണം മലയുടെ മുകളിലെത്താൻ. ഒരു പ്രോപ്പർ ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതുകൊണ്ട് തന്നെ ട്രെക്കിംഗ് അത്യാവശ്യം ഡേഞ്ചറാണ്. പ്രോപ്പറായുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒന്നും തന്നെ അവിടെയില്ല. പാറ പൊട്ടിച്ചുണ്ടാക്കിയ സ്റ്റെപ്പുകളും പിടിച്ചു കയറാൻ ഒരു സിംഗിൾ ഹാൻഡ് റെയിലും മാത്രം. ഒറ്റ സ്ട്രെച്ചിൽ മലകയറ്റം ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ പലതവണ റെസ്റ്റ് എടുത്തിട്ടാണ് ട്രെക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. ലൈറ്റ് വെയ്റ്റ് ബാക്ക് പാക്ക് മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അമ്പലമായതുകൊണ്ട് തന്നെ ചെരുപ്പ് മലയുടെ താഴെ വെച്ചിട്ട് വേണം ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. മലയുടെ മുകളിൽ ഇത്രയും കഷ്ടപ്പെട്ട് മല കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരവും ഈ വ്യൂ തന്നെ. വരയ്ക്കുന്നതാ. വെള്ളം കഴിഞ്ഞ് താഴെ പോവാ.